ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് വിരുന്നുകാരുണ്ട് കേട്ടോ. ഇത് നമുക്ക് വിരുന്നുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയേട്ടൻ്റെ അനിയനും ഭാര്യയാണ് വരുന്നത്. അവരിവിടെ നാട്ടിലില്ല കേട്ടോ. അവർ പത്തനംതിട്ടയിലാണ് വർക്ക് ചെയ്യണത്. രണ്ടാളും പത്തനംതിട്ടയിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവർ കുട്ടീനെ കാണാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ വരാൻ നിൽക്കുന്ന സമയത്ത് അവളുടെ അച്ഛന് പെട്ടെന്ന് വയ്യാതായപ്പോൾ പിന്നെ അവർ തീരെ വരാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുട്ടീനെ കാണാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുറേ ആയിക്കിന് അവൾ കുട്ടീനെ കാണാൻ വരണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹം പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഓണത്തിൻ്റെ ലീവിന് വന്നതാണ് കേട്ടോ രണ്ടുപേരും. അപ്പം രണ്ടാളും കുട്ടീനെ കാണാനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെയാണ് വന്നത് കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 11 മണി 11:30 ആയിരിക്കണം. ആ ടൈമിലാട്ടോ വന്നുള്ളത്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ചിക്കനായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് അവർ വരുന്ന കാര്യം അറിഞ്ഞത്. അപ്പോൾ നമ്മൾ വേഗം പൊറോട്ടയും ചിക്കനുമാണ് അവർക്ക് കൊടുക്കാനാക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനത് അവർക്ക് പൊറോട്ടയും ചിക്കനൊക്കെ വിളമ്പി കൊടുത്തു കഴിക്കാനായിട്ട് ഇരുത്തും. ഞങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് അവർ തന്നെ ഇരിക്കണുള്ളൂ കഴിക്കാൻ. ഞങ്ങളൊന്നും കൂടെ ഇരിക്കണമെന്നില്ല കേട്ടോ കഴിക്കാൻ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവർ പിന്നെ കുഞ്ഞിനെ അവർ വരുമ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കണം തന്നെ അതൊക്കെ ഇട്ട് കൊടുത്ത് അവർ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. കുറച്ച് വലിപ്പം കൂടുതലാട്ടോ, എന്നാലും അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തു, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. പൊന്നൂസാണെങ്കിൽ നല്ല കളിയിലാണ് കേട്ടോ. മേമനെയും പാപ്പനെയും കണ്ടിട്ടൊന്നും അവന് കളി നിർത്തണമെന്നില്ല. പിന്നെ കണ്ടപ്പോഴൊന്ന് ഓടി വന്നു. അപ്പം അവർ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേഗം വാങ്ങിച്ചിരുന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞ് അതേപോലെ കളിക്കാൻ പോയി. അല്ലെങ്കിൽ പൊന്നൂസ് അവിടെയാണെന്നുണ്ടെങ്കിൽ അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മേമേനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കളിക്കൂട്ടുകാരാണ് രണ്ടുപേരും കേട്ടോ. മേമയും കുട്ടിയും കളിക്കൂട്ടുകാരാണ്. ഒളിച്ച് കളിക്കുക അങ്ങനെയുള്ള കളികളാണ് രണ്ടുപേരുടെയും പണികൾ. അപ്പോൾ ഫുള്ള് കളിക്കാരാണ്. മേമേൻ്റെ കൂടെ കളിച്ച് നടക്കലാണ് അവൻ്റെയും പണി. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ കുറേ ആയിട്ട് കണ്ടിട്ട് അപ്പോൾ പിന്നെ അവന് അങ്ങനത്തെ രീതിയിലുള്ളതൊന്നുമില്ല. ഇവിടെ നല്ല കളിയിലാണ്, ഏട്ടന്മാരുടെ കൂടെ നല്ല കളിയിലാണ്. മേമേനെ കണ്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ആൾ പോയി, കളിക്കാൻ വേണ്ടി പോയി. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കുക ചെയ്തു. പിന്നെ അവരിത് ഞങ്ങൾ പോവാനെന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നു കേട്ടോ. ഞങ്ങൾ വിട്ടില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ വിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിട്ടില്ല. അപ്പം എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ ഒക്കെ സെറ്റാക്കിയായിരുന്നു. എല്ലാം വിളമ്പി സെറ്റാക്കിയിട്ട് അവരെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുത്തി. അപ്പോൾ സച്ചോട്ടനും പൊന്നൂസ് ഊണ് കഴിക്കാൻ അവരെ കൂടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊന്നൂസിന് ചിക്കനൊക്കെ ഒന്ന് പിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. എല്ലില്ലാതെ അവനെ അറിയില്ല. പിന്നെ മീൻ പിച്ചിടണമെന്ന് പറഞ്ഞപ്പോൾ അതും പിച്ചിട്ട് കൊടുത്തു. അങ്ങനെ അവന് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ, മൂത്ത ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ചേച്ചി പറഞ്ഞ് എന്നാൽ നീ അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ പറഞ്ഞപ്പോൾ പിന്നെ ചേച്ചി കുഞ്ഞിനെ പിടിച്ചപ്പോൾ പിന്നെ ഞാനും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയും ചേച്ചിയും പിന്നെ കണ്ണമ്മോനും കിച്ചുട്ടനും സമ്മി ചേച്ചി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേര് അവിടെ ഇരുന്നിട്ട് സംസാരിക്കുമായിരുന്നു, ഉമ്മറത്തിരുന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ അവർക്കൊരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് വീഡിയോ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ നേരത്ത് അവളും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരിപ്പോൾ പോകുന്നത് വീട്ടിലേക്കല്ല കേട്ടോ. അവർ നേരെ പോകുന്നത് പൊന്നാനി ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർ 2 ദിവസം കൂടി അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ പിന്നെ തിരിച്ച് പോവുകയാണ്. അതുകൊണ്ട് അവിടേക്കാണ് അവർ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അവർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.